ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ഡിസംബർ 4 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ ചില ന്യൂസ് ഹെഡിംഗ് ആണ്: സഹചാരി അവാർഡ് ന്യൂമാൻ കോളേജ് NCC ടീമിനെ. യുനെസ്കോ പശ്ചിമ ബംഗാളിനെ ഏറ്റവും മികച്ച പൈതൃക ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ചു. മധ്യപ്രദേശിലെ 8ാമത്തെ കടുവ സങ്കേതം രതപാനിയിലാണ്. മുർദു ഫെർണാണ്ടോ ശ്രീലങ്കയുടെ 2ാമത്തെ വനിതാ ചീഫ് ജസ്റ്റിസായി. ഇത്തരത്തിലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്ന് ഡിസംബർ 4. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: സഹചാരി അവാർഡ് ന്യൂമാൻ കോളേജ് NCC ടീമിനെ സഹചാരി അവാർഡ് ന്യൂമാൻ കോളേജ് അവാർഡായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫേഴ്സ് ആണ്. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കേരളത്തിലെ ഏത് NCC യൂണിറ്റിനെ സഹചാരി അവാർഡ് 3 ഡിസംബർ 2024 ലഭിച്ചു? ന്യൂമാൻ കോളേജ് NCC ടീം തൊടുപുഴയിലുള്ള ന്യൂമാൻ കോളേജ് NCC ടീമിനാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്, അതായത് ഡിസംബർ 3 ലഭിച്ചിട്ടുള്ള അവാർഡ് ആണ് സഹചാരി അവാർഡ്. സ്കൂൾ കോളേജുകളിലെ NCC NSS SPC യൂണിറ്റുകൾക്ക് സഹചാരി അവാർഡ് ഏർപ്പെടുത്തിയത് ആരാണ്? സാമൂഹ്യനീതി വകുപ്പ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസിന്റെ ഒരു അവാർഡ് ആണ്. ഈ അവാർഡ് നൽകുന്നത് NCC NSS SPCയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു അവാർഡ് ആണിത്. ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ തൊടുപുഴയിലുള്ള ന്യൂമാൻ കോളേജ് NCC ടീമിനാണ് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. സ്കൂൾ കോളേജുകളിൽ പ്രവർത്തിക്കുന്ന NCC NSS SPC യൂണിറ്റുകൾക്ക് സഹചാരി അവാർഡ് നൽകുന്നത് ഏത് മേഖലയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികളെ അവരുടെ പഠനത്തിൽ സഹായിക്കുന്നതിന്. ഭിന്നശേഷിയുള്ള കുട്ടികളെ പഠനത്തിന് വേണ്ടി സഹായിക്കുന്നതിന് വേണ്ടി, അവരുടെ ആ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന NCC NSS SPCയിലെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഒരു അവാർഡ് ആണ് സഹചാരി അവാർഡ്. ഇത് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആണിത്. 2025 റിപ്പബ്ലിക് ദിന പരേഡിനെ ഏത് കോളേജ് NCCയുടെ ബാൻഡ് സംവിധാനമാണ് തിരഞ്ഞെടുത്തത്? ന്യൂമാൻ കോളേജ് NCC ടീം തൊടുപുഴ. കഴിഞ്ഞ മാസം നമ്മുടെ കറണ്ട് അഫേഴ്സിൽ വന്നിട്ടുള്ള ഒന്നായിരുന്നു. അതായത് വരാൻ പോകുന്ന RD പരേഡിൽ പങ്കെടുക്കുന്ന കേരളത്തിലെ NCC വിമൻസ് ബാൻഡ് ടീം ആണ് ന്യൂമാൻ കോളേജ് NCC ടീം. ഇത് തൊടുപുഴയിലാണ്. ഇന്നത്തെ മറ്റൊരു ന്യൂസ് ഹെഡിംഗിലേക്ക് പോകാം. ചെന്നൈ വിൽ ഹോസ്റ്റ് ദി 3-day ഈവന്റ് ഫ്രം ഡിസംബർ 4 to 6. ഡിസംബർ 4 മുതൽ 6 വരെ ത്രിദിന പരിപാടികൾക്ക് ചെന്നൈ ആതിഥ്യം വഹിക്കും. ഇതൊരു കോൺഫറൻസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 ഡിസംബർ 4 മുതൽ ഡിസംബർ 6 വരെ വേൾഡ് മാരിടൈം ടെക്നോളജി കോൺഫറൻസിന് ആതിഥ്യം വഹിക്കുന്ന ഇന്ത്യയിലെ നഗരം ഏതാണ്? ചെന്നൈ. ഇന്ന് ഡിസംബർ 4, ഇന്ന് ചെന്നൈയിൽ ഒരു വലിയൊരു കോൺഫറൻസ്, അതായത് വേൾഡ് മാരിടൈം ടെക്നോളജി കോൺഫറൻസ് ആരംഭിക്കുകയാണ്. ഇത് ഡിസംബർ 4 മുതൽ ഡിസംബർ 6 വരെ നടക്കുന്ന ഒരു കോൺഫറൻസ് ആണിത്. വേൾഡ് മാരിടൈം ടെക്നോളജി കോൺഫറൻസ് 2024 ആതിഥ്യം വഹിക്കുന്ന സ്ഥാപനം ഏതാണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മറൈൻ എഞ്ചിനീയേഴ്സ് ഇന്ത്യ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മറൈൻ എഞ്ചിനീയേഴ്സ് ഇന്ത്യയാണ് വേൾഡ് മാരിടൈം ടെക്നോളജി കോൺഫറൻസിന് ഇന്ത്യയിൽ ആതിഥ്യം വഹിക്കുന്ന സ്ഥാപനം. വേൾഡ് മാരിടൈം ഓർഗനൈസേഷന്റെ ആസ്ഥാനം എവിടെയാണ്? ലണ്ടൻ. ലണ്ടനിലാണ് വേൾഡ് മാരിടൈം ഓർഗനൈസേഷന്റെ ആസ്ഥാനം. ഈ ഒരു സ്ഥാപനമാണ്, ഈ ഒരു ഓർഗനൈസേഷൻ ആണ് ഇപ്പോൾ ചെന്നൈയിൽ വേൾഡ് മാരിടൈം ടെക്നോളജി കോൺഫറൻസ് ഇത് നടത്തുന്നത്. എത്ര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് 2024 ഇന്ത്യ വേൾഡ് മാരിടൈം ടെക്നോളജി കോൺഫറൻസിനെ ആതിഥ്യം വഹിക്കുന്നത്? 15 വർഷം. അതായത് 15 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിൽ വീണ്ടും ഒരു വേൾഡ് മാരിടൈം ടെക്നോളജി കോൺഫറൻസ് ഇത് നടപ്പിലാക്കുന്നത്. ഓരോ 3 വർഷം കൂടുമ്പോൾ നടപ്പിലാക്കുന്ന ഒരു കോൺഫറൻസ് ആണ് വേൾഡ് മാരിടൈം ടെക്നോളജി കോൺഫറൻസ്. നമുക്ക് മറ്റൊരു ന്യൂസ് ഹെഡിംഗിലേക്ക് പോകാം. യുനെസ്കോ ഡിക്ലെയർസ് വെസ്റ്റ് ബംഗാൾ എ ടോപ്പ് ഹെറിറ്റേജ് ടൂറിസം ഡെസ്റ്റിനേഷൻ. യുനെസ്കോ പശ്ചിമ ബംഗാളിനെ ഏറ്റവും മികച്ച പൈതൃക ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ചു. ഇപ്പൊ യുനെസ്കോന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടോപ്പ് ഹെറിറ്റേജ് ടൂറിസം ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ അത് വെസ്റ്റ് ബംഗാളാണ്. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. യുനെസ്കോ പൈതൃക വിനോദസഞ്ചാരത്തിന്റെ മുൻനിര കേന്ദ്രമായി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ്? ബംഗാൾ. വെസ്റ്റ് ബംഗാളിനെയാണ് യുനെസ്കോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് ഇന്ത്യയിലെ മുൻനിര കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ടൂറിസവുമായി ബന്ധപ്പെട്ട്. കുംഭമേള കഴിഞ്ഞാൽ
ഏറ്റവും വലിയ രണ്ടാമത്തെ തീർത്ഥാടനമായ ഗംഗാസാഗർ മേള ബംഗാളിലെ ഏത് സ്ഥലത്താണ് നടക്കുന്നത്? സാഗർ ദ്വീപ്, പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിലെ ഒരു ദ്വീപ് ആണ് സാഗർ ദ്വീപ്. ഇവിടെയാണ് കുംഭമേള കഴിഞ്ഞാൽ ഏറ്റവും വലിയ രണ്ടാമത്തെ തീർത്ഥാടന മേളയായിട്ടുള്ള ഗംഗാസാഗർ മേള സംഘടിപ്പിക്കുന്നത്. ഈ മാസം കുംഭമേള ആരംഭിക്കുകയാണ്. ഇത് ഫെബ്രുവരി 26 വരെ നീണ്ടു നിൽക്കുന്ന ഒരു കുംഭമേളയാണ്. പഴയ അലഹാബാദ് ആയിട്ടുള്ള പ്രയാഗ്രാജിലാണ് ഇപ്പോഴത്തെ കുംഭമേള. ഇത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയൊരു മേളയാണ് ഗംഗാസാഗർ മേള. ഇത് വെസ്റ്റ് ബംഗാളിലെ സാഗർ ഐലൻഡിലാണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, മധ്യപ്രദേശ് ഗെറ്റ്സ് ഇറ്റ്സ് 8th ടൈഗർ റിസർവ് ഇൻ റതപാനി. മധ്യപ്രദേശിലെ 8ാമത്തെ കടുവ സങ്കേതം റതപാനിയിലാണ്. അപ്പൊ ഇത് ടൈഗർ റിസർവ് ആയിട്ട് വൈൽഡ് ലൈഫ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. റതപാനി വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്തിന്റെ 8ാമത്തെ കടുവ സങ്കേതമായി പ്രഖ്യാപിച്ചു? മധ്യപ്രദേശ്. അപ്പൊ മധ്യപ്രദേശിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 8ാമത്തെ കടുവ സങ്കേതമാണ് റതപാനി വന്യജീവി സങ്കേതം, അതായത് റതപാനി വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടുവകളുള്ള ദേശീയ പാർക്ക് ഏതാണ്? ജിം കോർബറ്റ് ടൈഗർ റിസർവ്. ഇപ്പൊ കോർബറ്റ് ടൈഗർ റിസർവിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ, അതായത് 226 ടൈഗേഴ്സ് ആണ് ആ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലുള്ളത്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ന് ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുള്ള ഒരു സംസ്ഥാനം എന്ന് പറയുമ്പോൾ അത് മധ്യപ്രദേശ് ആണ്. ജിം കോർബറ്റ് ടൈഗർ റിസർവ് ആണെങ്കിൽ ഇത് ഉത്തരാഖണ്ഡിലാണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, മുർദു ഫെർണാണ്ടോ ശ്രീലങ്കയുടെ 2ാമത്തെ വനിതാ ചീഫ് ജസ്റ്റിസായി. മുർദു ഫെർണാണ്ടോ ബിക്കംസ് ശ്രീലങ്കാസ് 2nd ഫീമെയിൽ ചീഫ് ജസ്റ്റിസ്. ഇതൊരു ന്യൂസ് ഹെഡിംഗ് ആണ്. നമുക്കിതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ആരാണ് ശ്രീലങ്കയുടെ 2ാമത്തെ വനിതാ ചീഫ് ജസ്റ്റിസ്? മുർദു നിരൂപ ബിന്ദുഷനി ഫെർണാണ്ടോ. മുർദു നിരൂപ ബിന്ദുഷനി ഫെർണാണ്ടോ ആണ് ശ്രീലങ്കയുടെ 2ാമത്തെ വനിതാ ചീഫ് ജസ്റ്റിസ്. 2024 ഡിസംബർ 2 ശ്രീലങ്കയുടെ 48ാമത് ചീഫ് ജസ്റ്റിസായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ്? ജസ്റ്റിസ് മുർദു നിരൂപ ബിന്ദുഷനി ഫെർണാണ്ടോ. അതായത് കഴിഞ്ഞ ഡിസംബർ 2 2 ദിവസം മുമ്പാണ് ശ്രീലങ്കയിലെ 48ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ജസ്റ്റിസ് മുർദു നിരൂപ ബിന്ദുഷനി ഫെർണാണ്ടോ. മുർദു ഫെർണാണ്ടോ എന്നറിയപ്പെടുന്ന ഈ ഒരു വ്യക്തിയാണ് 48ാമത്തെ ശ്രീലങ്കയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. ശ്രീലങ്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? അനുരാഗ് കുമാര ദിസ്നായകെ. ശ്രീലങ്കയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ അടുത്താണ് അനുരാഗ് കുമാര ദിസ്നായകെ ശ്രീലങ്കയുടെ പ്രസിഡന്റ് ആയിട്ടുള്ളത്. ശ്രീലങ്കയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? ഷിരാണി ബണ്ടാരനായകെ. 2ാമത്തെ വ്യക്തിയാണ് ഇപ്പോൾ, അതായത് ഡിസംബർ 2 സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. അത് മുർദു നിരൂപ ബിന്ദുഷനി ഫെർണാണ്ടോ ആണെങ്കിൽ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ഷിരാണി ബണ്ടാരനായകെ. ഇന്നത്തെ ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഓക്സ്ഫോർഡ് പിക്സ് ബ്രെയിൻ റോട്ട് ആസ് 2024's ടോപ്പ് വേർഡ്. 2024 ഏറ്റവും മികച്ച പദമായി ഓക്സ്ഫോർഡ് ബ്രെയിൻ റോട്ട് തിരഞ്ഞെടുത്തു. ഇതൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. അതായത് ഓക്സ്ഫോർഡുമായി ബന്ധപ്പെട്ടും എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 ഓക്സ്ഫോർഡ് വേർഡ് ഓഫ് ദി ഇയർ ആയി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് തിരഞ്ഞെടുത്ത വാക്ക് ഏതാണ്? ബ്രെയിൻ റോട്ട്. ബ്രെയിൻ റോട്ട് എന്ന വാക്കാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള വാക്ക്. ഏത് വർഷത്തിലാണ് ബ്രെയിൻ റോട്ട് എന്ന പദം ആദ്യമായി രേഖപ്പെടുത്തിയത്? 1854. 150 വർഷം പഴക്കമുള്ള ഒരു വാക്കാണ് ബ്രെയിൻ റോട്ട്. ഈ ഒരു വാക്കാണ് 2024 ഓക്സ്ഫോർഡ് വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്നത്തെ ന്യൂസ് ഹെഡിംഗിലെ ലാസ്റ്റ് ഹെഡിംഗ് ആണത്, എൻഗോസി ഒക്കോൻചി ഇവാലിയ ഹാസ് ബീൻ റീഅപ്പോയിന്റഡ് ആസ് ദി ഡയറക്ടർ ജനറൽ ഓഫ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ലോക വ്യാപാര സംഘടനയുടെ ഡയറക്ടർ ജനറലായി എൻഗോസി ഒക്കൻജി ഇവാലയെ വീണ്ടും നിയമിച്ചു. ഇത് ഒരു ഇന്റർനാഷണൽ കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഡയറക്ടർ ജനറലായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഡോക്ടർ എൻഗോസി ഒക്കൻജോ ഇവാല. ഡോക്ടർ എൻഗോസി ഒക്കൻജോ ഇവാലയാണ് ഇപ്പോഴത്തെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഡയറക്ടർ ജനറൽ. എന്നാൽ വീണ്ടും റീ അപ്പോയിന്റ് ചെയ്തു അടുത്ത വർഷത്തെ കൂടി. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഡയറക്ടർ ജനറൽ ഡോക്ടർ എൻഗോസി ഒക്കൻജോ ഇവാല ഏത് രാജ്യക്കാരിയാണ്? നൈജീരിയ.
ഇപ്പൊ നൈജീരിയ സ്വദേശിയായിട്ടുള്ള ഒക്കൻചോ ഇവാലയാണ് ഇപ്പോഴത്തെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഡയറക്ടർ ജനറലും ഒപ്പം തന്നെ വരാൻ പോകുന്ന അടുത്ത ജനുവരിലും നൈജീരിയ സ്വദേശിയായിട്ടുള്ള ഒക്കൻജോ ഇവാലയാണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ നയിച്ച ആദ്യ വനിതയും ആദ്യ ആഫ്രിക്കക്കാരനും ആരാണ്? ഡോക്ടർ എൻഗോസി ഒക്കൻജോ ഇവാല. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നയിച്ചിട്ടുള്ളതും ആദ്യ വനിത എന്ന ലെവലിലും ബഹുമതി ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നൈജീരിയ സ്വദേശിയായിട്ടുള്ള ഡോക്ടർ എൻഗോസി ഒക്കൻജോ ഇവേല. ഡോക്ടർ എൻഗോസി ഒക്കൻജോ ഇവേലയുടെ രണ്ടാമത്തെ 4 വർഷത്തെ കാലാവധി ഏത് തീയതിയിലാണ് ആരംഭിക്കുന്നത്? 1 സെപ്റ്റംബർ 2025. 2025 സെപ്റ്റംബർ 1 തീയതിയാണ് രണ്ടാമത്തെ പ്രാവശ്യം ഡോക്ടർ എൻഗോസി ഒക്കൻജോ ഇവാല ചുമതലയേറ്റെടുക്കാൻ പോകുന്നത്. ഇപ്പോഴും ആ ഒരു സ്ഥാനത്താണ്, അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഡയറക്ടർ ജനറൽ എന്ന പദവിയാണ് ലഭിച്ചിട്ടുള്ളത്. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ പ്രാവശ്യം ഇതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഓരോ പരീക്ഷകളിലും എവിടെയും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.